സ്ട്രെച്ച് മാർക്കുകൾ അപകടകരമല്ലെങ്കിൽ കൂടിയും പലരെയും മാനസികമായി അലോസരപ്പെടുത്തുന്ന ഒന്നാണ്. ഒരു റെഡിഷ് പിങ്ക് കളറിലുള്ള നേർത്ത ലൈൻസ് ആയിട്ടായിരിക്കും ആദ്യം ഇത് കാണുന്നത്. പിന്നെ പോകെയാണ് ഇത് ഒരു വെള്ളി നിറത്തിൽ തെളിഞ്ഞു വരുന്നത്. വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്നതായിട്ടുള്ള എള്ളെണ്ണയോ അല്ലെങ്കിൽ അലോവേറയോ വെളിച്ചെണ്ണയോ ഉപയോഗിച്ച് 15 തൊട്ട് 20 മിനിറ്റ് വരെ തടവാം. കൂടാതെ നമുക്ക് കുങ്കുമാതി തൈലം ഉപയോഗിക്കാം. നമസ്കാരം, ഞാൻ ഡോക്ടർ പ്രിയ രാമചന്ദ്രൻ. ഓൺലൈൻ കൺസൾട്ടേഷനിൽ പലപ്പോഴും എല്ലാവരും ചോദിച്ചു വരുന്ന, ഇതൊരു രോഗമല്ലെങ്കിൽ കൂടി എല്ലാവരും ചോദിച്ചു വരുന്ന ഒന്നാണ് സ്ട്രെച്ച് മാർക്സ്. ഇത് സ്ത്രീകളെ പോലെ തന്നെ പുരുഷന്മാരെയും അലട്ടുന്നുണ്ട്. ഗർഭിണികളിലും അമിതമായി വണ്ണം കൂടിയിരിക്കുന്നവരിലും അതുപോലെ തന്നെ വളരെയധികം വണ്ണം കുറഞ്ഞവരിലും PCOD ഉള്ളവരിലും ജിമ്മിൽ പോകുന്ന പുരുഷന്മാരിലുമാണ് സാധാരണഗതിയിൽ ഇത് കണ്ടുവരുന്നത്. വയറിന്റെ ഭാഗത്ത് മാറിടങ്ങളില് തുടകളിലൊക്കെ ഇങ്ങനെ സ്ട്രെച്ച് മാർക്സ് കാണുന്നു ഡോക്ടറെ എന്ന് പറഞ്ഞിട്ടാണ് എൻ്റെ അടുത്ത് പേഷ്യൻസ് വരാറുള്ളത്. പക്ഷേ ഇത് നമുക്ക് നേരത്തെ തന്നെ പരിഹരിക്കാൻ കഴിയാവുന്ന ഒന്നായിരുന്നു. അതായത് ഇതിന്റെ തുടക്കത്തിൽ തന്നെ നമുക്ക് അറിയാൻ പറ്റും. അതായത് ഒരു വളരെ നേർത്ത ഒരു റെഡിഷ് പിങ്ക് കളറിലുള്ള നേർത്ത ലൈൻസ് ആയിട്ടായിരിക്കും ആദ്യം ഇത് കാണുന്നത്. പിന്നെ പോകെയാണ് ഇത് ഒരു വെള്ളി നിറത്തിൽ തെളിഞ്ഞു വരുന്നത്. ആയുർവേദത്തിൽ നമുക്കിതിനെ പറയുന്നത് നമ്മുടെ ചർമ്മത്തിന്റെ സ്നിഗ്ധതയും മാർദ്ദവവും നഷ്ടപ്പെടുന്നത് കൊണ്ടാണ് ഇത് വരുന്നത് എന്നാണ് പറയുന്നത്. വാതപിത്ത ദോഷങ്ങൾ കൂടുന്ന നിമിത്തം ത്വക്കില് വരകൾ വീഴാം. കൂടാതെ രസധാതുവിന്റെ വൈഷമ്യം മൂലവും ഇത് സംഭവിക്കാവുന്നതാണ്. നമുക്ക് ആയുർവേദത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ആഭ്യന്തരമായ ചികിത്സ എന്ന് പറയുന്നത് പ്രധാനമായും തൈലമർദ്ദനമാണ്. അതായത് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്നതായിട്ടുള്ള എള്ളെണ്ണയോ അല്ലെങ്കിൽ അലോവേറയോ വെളിച്ചെണ്ണയോ ഉപയോഗിച്ച് 15 തൊട്ട് 20 മിനിറ്റ് വരെ തടവാം. കൂടാതെ നമുക്ക് കുങ്കുമാതി തൈലം ഉപയോഗിക്കാം. അടുത്തതായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഹെർബൽ പാക്സ് ഇടുക. അത് വീട്ടിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതായിട്ടുള്ള അലോവേറ, മഞ്ഞൾ, ചന്ദനം ഇവയൊക്കെ ഉപയോഗിച്ച് ഒരു പാക്ക് രൂപത്തിലാക്കിയിട്ട് നമുക്ക് അവിടെ പുരട്ടിയിടാവുന്നതാണ്. അടുത്തതായിട്ട് ചെയ്യുന്നത് എന്ന് പറയുന്നത് ഉദ്വർത്തനമാണ്. ഉദ്വർത്തനം എന്ന് പറഞ്ഞാൽ പൊടി ഉദ്വർത്തനമാണ്. ഈ പൊടി ഉദ്വർത്തനം ചെയ്യുക നിമിത്തം അങ്ങോട്ടേക്കുള്ള സർക്കുലേഷൻ കൂടുക നിമിത്തം ത്വക്ക് വളരെയധികം മാർദ്ദവമുള്ളതാവുകയും ചെയ്യുന്നു. ആന്തരികമായിട്ട് നമ്മൾ ചെയ്യുന്നത് എന്ന് പറയുന്നത് ഞവരക്കഞ്ഞി കൊടുക്കാം, ക്ഷീരബല ഉപയോഗിക്കാം. കൂടാതെ ത്വക്ക് പുതുക്കുന്നതായിട്ടുള്ള ആഹാര ക്രമീകരണങ്ങൾ ഭക്ഷണത്തിൽ കൊണ്ടുവരാം. വൈറ്റമിൻ സി, വൈറ്റമിൻ കെ, കൊളാജൻ കൂടുതലായിട്ട് പ്രൊഡക്ഷനുള്ള ഓറഞ്ച്, പപ്പായ ഇങ്ങനെയുള്ള ഫ്രൂട്ട്സ് നന്നായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം. ഇതൊക്കെ ശ്രദ്ധിക്കുക. പിന്നെ ഗർഭിണികളിലാണെങ്കിൽ സ്ഥിരമായിട്ട് എണ്ണ കൊണ്ടുള്ള അഭ്യംഗം ചെയ്യുന്നത് നല്ലതാണ്. പിന്നെ വെള്ളം ധാരാളം കുടിക്കുക. അമിതമായിട്ട് വണ്ണം കൂടുകയോ കുറയാതെയോ ഇരിക്കുന്നത് ശ്രദ്ധിക്കുക. സ്ട്രെച്ച് മാർക്കുകൾ അപകടകരമല്ലെങ്കിൽ കൂടിയും പലരെയും മാനസികമായി അലോസരപ്പെടുത്തുന്ന ഒന്നാണ്. ചർമ്മത്തെ സംരക്ഷിക്കുന്ന രീതിയിലുള്ള ആഹാര ക്രമീകരണവും സ്ഥിരമായി ചർമ്മത്തിൽ ചെയ്യുന്ന അഭ്യംഗവും കൊണ്ട് നമുക്കിത് പരമാവധി കുറയ്ക്കാൻ സാധിക്കുന്നതാണ്.